ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോം പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നവംബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? തിരുവനന്തപുരം. UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരമാണ് തിരുവനന്തപുരം. നെക്സ്റ്റ്, 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. അദ്ദേഹത്തിൻ്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ്. അദ്ദേഹത്തിൻ്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരമാണ് തിരുവനന്തപുരം. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ, കൃതി തിരുത്ത്. നെക്സ്റ്റ്, 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? സഞ്ജു സാംസൺ. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ. നെക്സ്റ്റ്, ഈ വർഷത്തെ ബുക്കർ പ്രൈസിന് അർഹത നേടിയ ബ്രിട്ടീഷ് സാഹിത്യകാരി സാമന്ത ഹാർലിയുടെ നോവൽ ഏതാണ്? ഓർബിറ്റൽ. ഓർത്തുവയ്ക്കുക, ഈ വർഷത്തെ ബുക്കർ പ്രൈസിന് അർഹത നേടിയ ബ്രിട്ടീഷ് സാഹിത്യകാരി സാമന്ത ഹാർലിയുടെ നോവലാണ് ഓർബിറ്റൽ. നെക്സ്റ്റ്, 29ാമത് UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബാക്കു ആണ്. ഓർത്തുവയ്ക്കുക, 29ാമത് UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയാണ് അസർബൈജാനിലെ ബാക്കു. നെക്സ്റ്റ്, 2024 ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജു ആണ്. ഓർത്തുവയ്ക്കുക, 2024 ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജു. നെക്സ്റ്റ്, 2024 തപസ്യ കലാസാഹിത്യവേദിയുടെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ വ്യക്തി. ആൻസർ ഡോക്ടർ MG ശശിഭൂഷൺ. ഓർത്തുവയ്ക്കുക, 2024 തപസ്യ കലാസാഹിത്യവേദിയുടെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ വ്യക്തിയാണ് ഡോക്ടർ MG ശശിഭൂഷൺ. നെക്സ്റ്റ്, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ ട്രിപ്പിൾ ജമ്പ് താരം ആരാണ്? ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. ഓർത്തുവയ്ക്കുക, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ ട്രിപ്പിൾ ജമ്പ് താരമാണ് ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ഏതാണ്? ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം. അപ്പോൾ 2024 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരമാണ് ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. നെക്സ്റ്റ്, 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുത്തത് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓർത്തുവയ്ക്കുക, 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, അടുത്തിടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം ഏതാണ്? TOI 6651b. ഓർത്തുവയ്ക്കുക, അടുത്തിടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഒരു ഗ്രഹം കണ്ടെത്തി. ആ ഒരു ഗ്രഹത്തിന് ശാസ്ത്രജ്ഞർ നൽകിയ പേരാണ് TOI 6651b. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കിയത് ഏത് റോബോട്ടാണ്? സ്റ്റാർ 1 എന്ന റോബോട്ടാണ്. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറയാണ് സ്റ്റാർ 1 എന്ന റോബോട്ടിനെ പുറത്തിറക്കിയത്. ഓർത്തുവയ്ക്കുക, ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കിയത് സ്റ്റാർ 1 എന്ന റോബോട്ടാണ്. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറയാണ് സ്റ്റാർ 1 പുറത്തിറക്കിയത്. നെക്സ്റ്റ്, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഡ്രോണാണ് ഏകലവ്യ. ഓർത്തുവയ്ക്കുക, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഡ്രോണാണ് ഏകലവ്യ. നെക്സ്റ്റ്, പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ ആവില്ലെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ്?
സുപ്രീം കോടതി. ഓർത്തുവെക്കുക, പൊതു നന്മയ്ക്കായി ഏതു സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ കഴിയില്ല എന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ച കോടതിയാണ് സുപ്രീം കോടതി. അതുപോലെ നെക്സ്റ്റ്, മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാൻ ആകില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഓർത്തുവെക്കുക, അപ്പോൾ പൊതു നന്മയ്ക്കായി ഏതു സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ കഴിയില്ല എന്ന വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതിയും, അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച കോടതി കേരള ഹൈക്കോടതിയുമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക മുൻ ഹൈക്കോടതി ജഡ്ജി അടുത്തിടെ അന്തരിച്ചു. പേര് ജസ്റ്റിസ് KS പുട്ടസ്വാമി. ഓർത്തുവയ്ക്കുക, സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക മുൻ ഹൈക്കോടതി ജഡ്ജി അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജസ്റ്റിസ് KS പുട്ടസ്വാമി. നെക്സ്റ്റ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ 2024 അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ടി പത്മനാഭൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ 2024 അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭൻ. നെക്സ്റ്റ്, സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? MK സാനു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ച വ്യക്തിയാണ് പ്രൊഫസർ MK സാനു. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? മുൻ ISRO ചെയർമാനായ S സോമനാഥ്, അതുപോലെ ജൈവ കർഷകയായ ഭുവനേശ്വരി. ഓർത്തുവയ്ക്കുക, 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായത് മുൻ ISRO ചെയർമാനായ S സോമനാഥും അതുപോലെ ജൈവ കർഷകയായ ഭുവനേശ്വരിയുമാണ്. അപ്പോൾ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചത് MK സാനു ആണെന്ന് ഓർത്തുവയ്ക്കുക. അതുപോലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായത് ISRO ചെയർമാനായിരുന്ന, അതായത് മുൻ ISRO ചെയർമാനായിരുന്ന S സോമനാഥും ജൈവ കർഷകയായ ഭുവനേശ്വരിയുമാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 കേരളശ്രീ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? 6 പേരാണ്. ഫസ്റ്റ് വൺ, കലാമണ്ഡലം വിമല മേനോൻ. ഓർത്തുവയ്ക്കുക, കലാമണ്ഡലം വിമല മേനോൻ. കലാ മേഖലയുമായി ബന്ധപ്പെട്ടാണ് കലാമണ്ഡലം വിമല മേനോന് ഈ ഒരു പുരസ്കാരം ലഭ്യമായത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ TK ജയകുമാറിന് 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. അടുത്തത്, കാലിഗ്രാഫി മേഖലയിൽ നിന്നും നാരായണ ഭട്ടതിരി. ഓർത്തുവയ്ക്കുക, കാലിഗ്രാഫി മേഖലയിൽ നിന്നും നാരായണ ഭട്ടതിരി. കായിക മേഖലയിൽ നിന്നും സഞ്ജു സാംസൺ. അതുപോലെ ആശാവർക്കറായ ഷൈജ ബേബി. ഓർത്തുവയ്ക്കുക, സാമൂഹിക സേവന മേഖലയിൽ നിന്നും ആശാവർക്കറായ ഷൈജ ബേബി. വ്യവസായം, വാണിജ്യം എന്നിവയുമായി ബന്ധപ്പെട്ട് VK മാത്യൂസിനും 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 2024 കേരളശ്രീ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? കലാമണ്ഡലം വിമല മേനോൻ, മേഖല കലയാണ്. ഡോക്ടർ TK ജയകുമാർ, ആരോഗ്യ മേഖല. നാരായണ ഭട്ടതിരി, കാലിഗ്രാഫി. സഞ്ജു സാംസൺ, കായികം. ഷൈജ ബേബി ആശാവർക്കറാണ്, സാമൂഹിക സേവനവുമായി ബന്ധപ്പെട്ടാണ് ഷൈജ ബേബിക്ക് പുരസ്കാരം ലഭിച്ചത്. VK മാത്യൂസിന് വ്യവസായം, വാണിജ്യം. ഓർത്തുവയ്ക്കുക. അപ്പോൾ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം, അതായത് കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചത് MK സാനു. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് മുൻ ISRO ചെയർമാനായ S സോമനാഥ്, ജൈവ കർഷകയായ ഭുവനേശ്വരി. 2024 കേരളശ്രീ പുരസ്കാരത്തിന് അർഹരായവർ കലാമണ്ഡലം വിമല മേനോൻ, കല. ഡോക്ടർ TK ജയകുമാർ, ആരോഗ്യം. നാരായണ ഭട്ടതിരി, കാലിഗ്രാഫി. സഞ്ജു സാംസൺ, കായികം. ഷൈജ ബേബി, സാമൂഹിക സേവനം. VK മാത്യൂസ്, വ്യവസായം, വാണിജ്യം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ബലോണ്ടിയർ പുരസ്കാരം 2024 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്പെയിൻ താരമായ റോഡ്രിയാണ്. ഓർത്തുവയ്ക്കുക, മികച്ച പുരുഷ താരം സ്പെയിൻ താരമായ റോഡ്രി. മികച്ച വനിതാ താരം സ്പെയിൻ താരം തന്നെയായ ഐറ്റാന ബോൺമാറ്റി. ഓർത്തുവയ്ക്കുക, ബലോണ്ടിയർ പുരസ്കാരം 2024 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് സ്പെയിൻ താരമായ റോഡ്രി. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, സ്പെയിൻ. മികച്ച പരിശീലകൻ ആരാണ്? കാർലോ ആൻസലോട്ടിയാണ് മികച്ച പരിശീലകൻ. മികച്ച പരിശീലക എമ്മ ഹയസ്. ഓർത്തുവയ്ക്കുക, മികച്ച യുവതാരം സ്പെയിൻ താരമായ ലാമിൻ യമാൽ. അതുപോലെ ടോപ്പ് സ്കോറർ
രണ്ട് പേരാണ്. ഫ്രാൻസ് താരമായ കിലിയൻ എംബാപ്പെ, അതുപോലെ ഇംഗ്ലണ്ട് താരമായ ഹാരി കെയ്ൻ. ഓർത്തുവയ്ക്കുക. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, അർജന്റീന. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, അർജന്റീന. മികച്ച വനിതാ ടീം ബാഴ്സലോണ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്. മികച്ച വനിതാ ടീം ബാഴ്സലോണ, മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്. അതുപോലെ കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സ്പെയിനിലെ ജെന്നിഫർ ഹെർമോസയ്ക്കാണ്. ഓർത്തുവയ്ക്കുക. അപ്പോൾ ബലോണ്ടിയർ പുരസ്കാരം 2024 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സ്പെയിൻ താരമായ റോഡ്രി. മികച്ച വനിതാ താരം സ്പെയിൻ താരമായ ഐറ്റാന ബോൺമാറ്റി. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി. മികച്ച പരിശീലക എമ്മ ഹയസ്. മികച്ച യുവതാരം ലാമിൻ യമാൽ. മികച്ച യുവതാരം ലാമിൻ യമാൽ സ്പെയിൻ താരമാണ്. ടോപ്പ് സ്കോറർ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് 2 വ്യക്തികളെയാണ്. കിലിയൻ എംബാപ്പെ ഫ്രാൻസ്, ഹാരി കെയ്ൻ ഇംഗ്ലണ്ട്. ടോപ്പ് സ്കോറർ കിലിയൻ എംബാപ്പെ ഫ്രാൻസ്, ഹാരി കെയ്ൻ ഇംഗ്ലണ്ട്. മികച്ച ഗോൾ കീപ്പർ ആരാണ്? എമിലിയാനോ മാർട്ടിനസ്, അർജന്റീന. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, അർജന്റീന. മികച്ച വനിതാ ടീം ബാഴ്സലോണ. മികച്ച വനിതാ ടീം ബാഴ്സലോണ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ജെന്നിഫർ ഹെർമോസ, സ്പെയിൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പ്രഥമ PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ദാമോദർ മൗസോ. പ്രഥമ PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ദാമോദർ മൗസോ. നെക്സ്റ്റ്, 2024 കേസരി നായനാർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? നിലമ്പൂർ ആയിഷ. 2024 കേസരി നായനാർ പുരസ്കാരത്തിന് അർഹയായത് നിലമ്പൂർ ആയിഷ. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പൊൻകുന്നം സെയ്ദ്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പൊൻകുന്നം സെയ്ദ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ആൻസർ PR ശ്രീജേഷ്. 2024 രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് PR ശ്രീജേഷ് ആണ്. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ഓർത്തുവയ്ക്കുക. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ജാർഖണ്ഡിൻ്റെ 14ാമത് മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സോറൻ. ജാർഖണ്ഡിൻ്റെ 14ാമത് മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുത്തത് ഹേമന്ത് സോറനെയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 അക്ഷര പുരസ്കാരത്തിന് അർഹനായത് 2024 അക്ഷര പുരസ്കാരത്തിന് അർഹനായത് M മുകുന്ദൻ. 2024 അക്ഷര പുരസ്കാരത്തിന് അർഹനായത് M മുകുന്ദൻ. നെക്സ്റ്റ്, അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഓർത്തുവയ്ക്കുക. അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ്, US-ന്റെ 47ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ്. ഓർത്തുവയ്ക്കുക. US-ന്റെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് ആണ്. നെക്സ്റ്റ്, 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ആരാണ്? ഷേഖ് ഹസൻ. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും വലിയ കൊടുമുടികൾ, അതായത് ഓരോ ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി എന്ന റെക്കോർഡ് നേടിയ വ്യക്തിയാണ് ഷേഖ് ഹസൻ. നെക്സ്റ്റ്, ഇന്ത്യയുടെ പുതിയ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ പുതിയ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് സഞ്ജയ് മൂർത്തി. നെക്സ്റ്റ്, കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. സ്ഥലം ചീമേനി. ഓർത്തുവയ്ക്കുക. കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡിലെ ചീമേനിയിലാണ് ഈ ഒരു ആണവോർജ്ജ നിലയം നിലവിൽ വരുന്നത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഉപമന്യു ചാറ്റർജി. 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവാണ് ഉപമന്യു ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക. 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവാണ് ഉപമന്യു ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, 2024 നവംബറിൽ എയർ ഇന്ത്യയുമായി ലയിക്കുന്ന എയർലൈൻ ഏതാണ്?
വിസ്താര 2024 നവംബറിൽ എയർ ഇന്ത്യയുമായി ലയിക്കുന്ന എയർലൈനാണ് വിസ്താര. നെക്സ്റ്റ് 2024 ട്രൂ കോളറിൻ്റെ CEO ആയി നിയമിതനായത് ആരാണ്? ഋഷിത് ജുൻജുൻവാല. 2024 ട്രൂ കോളറിൻ്റെ CEO ആയി നിയമിതനായത് ഋഷിത് ജുൻജുൻവാല. നെക്സ്റ്റ് ആദ്യമായി മഞ്ഞുവീഴ്ച അനുഭവിച്ച സൗദി അറേബ്യയിലെ മരുഭൂമി മേഖല ഏതാണ്? അൽ ജൗഫ്. ആദ്യമായി മഞ്ഞുവീഴ്ച അനുഭവിച്ച സൗദി അറേബ്യയിലെ മരുഭൂമി മേഖലയാണ് അൽ ജൗഫ്. നെക്സ്റ്റ് 2024 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ആരാണ്? PD രാജൻ. 2024 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് PD രാജൻ. നെക്സ്റ്റ് മമ്മൂട്ടി കണ്ടു പെരുകുന്ന കടൽ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ലിജീഷ് കുമാർ. ഓർത്തുവയ്ക്കുക, മമ്മൂട്ടി കണ്ടു പെരുകുന്ന കടൽ എന്ന പുസ്തകം എഴുതിയത് ലിജീഷ് കുമാർ. നെക്സ്റ്റ് കേരള പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ കപ്പൽ ഏതാണ്? MSC വിവിയാന. ഓർത്തുവയ്ക്കുക, കേരള പിറവി ദിനത്തിൽ അതായത് നവംബർ 1 വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ കപ്പലാണ് MSC വിവിയാന. നെക്സ്റ്റ് സൈക്കിൾ ഓടിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന് ജയിൽ ശിക്ഷ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഓർത്തുവയ്ക്കുക, സൈക്കിൾ ഓടിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന് ജയിൽ ശിക്ഷ കർശനമാക്കിയ രാജ്യമാണ് ജപ്പാൻ എന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് 2024 ഒക്ടോബറിൽ മായൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പായ മഹാനഗരം കണ്ടെത്തപ്പെട്ടത് മെക്സിക്കോയിലാണ്. ഓർത്തുവയ്ക്കുക, 2024 ഒക്ടോബറിൽ മായൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പായ മഹാനഗരം കണ്ടെത്തപ്പെട്ടത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. നെക്സ്റ്റ് സ്മൃതിതൻ ചിറകിലേറി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? M ജയചന്ദ്രൻ. സംഗീത സംവിധായകനായ M ജയചന്ദ്രനാണ് സ്മൃതിതൻ ചിറകിലേറി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്തുവാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഏതാണ്? തെളിമ. ഓർത്തുവയ്ക്കുക, റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്തുവാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ. നെക്സ്റ്റ് 2024 പുറത്തുവിട്ട ഹുറൂൺ ഇന്ത്യ ജീവകാരുണ്യ പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തി ശിവനാടാർ. ഓർത്തുവയ്ക്കുക, 2024 പുറത്തുവിട്ട ഹുറൂൺ ഇന്ത്യ ജീവകാരുണ്യ പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് ശിവനാടാർ. നെക്സ്റ്റ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സുമായി ചേർന്ന് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം GSAT-20. ഓർത്തുവയ്ക്കുക, ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സുമായി ചേർന്ന് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് GSAT-20. നെക്സ്റ്റ് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരങ്ങളിൽ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. ഓർത്തുവയ്ക്കുക, കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരങ്ങളിൽ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. അതുപോലെ മികച്ച സമുദ്രബന്ധന ജില്ലയായി തിരഞ്ഞെടുത്തത് കൊല്ലം ജില്ലയാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക. അപ്പോൾ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരങ്ങളിൽ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം. അതുപോലെ മികച്ച സമുദ്രബന്ധന ജില്ലയായി തിരഞ്ഞെടുത്തത് കേരളത്തിലെ കൊല്ലം ജില്ലയാണെന്നും ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ്? ഹരിണി അമരസൂര്യ. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി നിയമിതയായത് ഹരിണി അമരസൂര്യ. നെക്സ്റ്റ് 2024 നവംബറിൽ അന്തരിച്ച മുൻ കേരള മന്ത്രി ആരാണ്? MT പത്മ. 2024 നവംബറിൽ അന്തരിച്ച മുൻ കേരള മന്ത്രിയാണ് MT പത്മ. നെക്സ്റ്റ് 2024 നവംബറിൽ വിക്ഷേപിച്ച തടി കൊണ്ട് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ജപ്പാൻ്റെ ലിഗ്നോസാറ്റ് ആണ്. ഓർത്തുവയ്ക്കുക, 2024 നവംബറിൽ വിക്ഷേപിച്ച തടി കൊണ്ട് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. നിർമ്മിച്ചത് ജപ്പാനാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മെഥനോളാക്കുന്ന ലോകത്തിലെ ആദ്യ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? വിന്ധ്യാചലിലാണ്. ഓർത്തുവയ്ക്കുക, വിന്ധ്യാചൽ. കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോളാക്കുന്ന ലോകത്തിലെ ആദ്യ പവർ പ്ലാന്റ് നിലവിൽ വന്നത് മധ്യപ്രദേശിലെ വിന്ധ്യാചലിലാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലാപത ലേഡീസ് എന്ന ചലച്ചിത്രത്തിൻ്റെ പുതിയ പേര് ഏതാണ്? ലോസ്റ്റ് ലേഡീസ്. ഓർത്തുവയ്ക്കുക, ഓസ്കാർ പുരസ്കാരത്തിന് ഉള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് ലാപത ലേഡീസ് എന്ന ചലച്ചിത്രം. ആ ഒരു ചലച്ചിത്രത്തിൻ്റെ പേര് മാറ്റി, അതായത് ഇപ്പോൾ ചലച്ചിത്രത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ലോസ്റ്റ് ലേഡീസ് ആണ്. സംവിധാനം കിരൺ റാവു. ഓർത്തുവയ്ക്കുക, അപ്പോൾ ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ചിത്രം ഏതാണ്? ലാപത ലേഡീസ് ആണ്. എന്നാൽ ലാപത ലേഡീസിൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് ലോസ്റ്റ് ലേഡീസ് ആണ്. സംവിധാനം കിരൺ റാവു. ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലാപത ലേഡീസ് എന്ന ചലച്ചിത്രത്തിൻ്റെ പുതിയ പേരാണ് ലോസ്റ്റ് ലേഡീസ്. സംവിധാനം കിരൺ റാവു.
നെക്സ്റ്റ്, US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ബാലറ്റിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ ഭാഷ ഏതാണ്? ബംഗാളിയാണ്. ഓർത്തു വയ്ക്കുക. നമുക്കറിയാം, അപ്പോൾ US പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. ആ ഒരു ഇലക്ഷന് വേണ്ടി, അതായത് ആ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി തിരഞ്ഞെടുപ്പ് ബാലറ്റിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ ഭാഷ എന്ന് പറയുന്നത് ബംഗാളിയാണ്. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2024 ബാങ്കോക്ക് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 3 പുരസ്കാരങ്ങൾ നേടിയ കേരളത്തിൽ നിന്നുള്ള ചിത്രം ഏതാണ്? ഒങ്കാറ. ഓർത്തു വയ്ക്കുക. 2024 ബാങ്കോക്ക് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 3 പുരസ്കാരങ്ങൾ നേടിയ കേരളത്തിൽ നിന്നുള്ള ചിത്രമാണ് ഒങ്കാറ. നെക്സ്റ്റ്, PV സിന്ധു ബാഡ്മിൻ്റൺ അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. ഓർത്തു വയ്ക്കുക. PV സിന്ധു ബാഡ്മിൻ്റൺ അക്കാദമി നിലവിൽ വരുന്നത് വിശാഖപട്ടണം. നെക്സ്റ്റ്, സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഓർത്തു വയ്ക്കുക. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അദ്ദേഹം എത്രാമത് ചീഫ് ജസ്റ്റിസാണ്? 51ാമത് ചീഫ് ജസ്റ്റിസാണ്. ഓർത്തു വയ്ക്കുക. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അപ്പോൾ 50ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? DY ചന്ദ്രചൂഡായിരുന്നു. ഓർത്തു വയ്ക്കുക. സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 51ാമത്, അതായത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. നെക്സ്റ്റ്, 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത തമിഴ് ചലച്ചിത്ര നടൻ ആരാണ്? ഡൽഹി ഗണേഷ്. ഓർത്തു വയ്ക്കുക. 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത തമിഴ് ചലച്ചിത്ര നടനാണ് ഡൽഹി ഗണേഷ്. നെക്സ്റ്റ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ആരാണ്? അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. ഓർത്തു വയ്ക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയാണ് അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. നെക്സ്റ്റ്, 55ാമത് IFFIയുടെ ഭാഗമായുള്ള സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ആരാണ്? ഫിലിപ്പ് നോയ്സ്. ഓർത്തു വയ്ക്കുക. 55ാമത് IFFIയുടെ ഭാഗമായുള്ള സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ഫിലിപ്പ് നോയ്സ്. നെക്സ്റ്റ്, 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ നേടിയത് തിരുവനന്തപുരം ജില്ലയാണ്. ഓർത്തു വയ്ക്കുക. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ നേടിയത് തിരുവനന്തപുരം ജില്ലയാണ്. നെക്സ്റ്റ്, ന്യൂസിലാൻഡ് പാർലമെൻറ്റിൽ ബിൽ എറിയുകയും പരമ്പരാഗത നൃത്തമായ ഹക്ക ചെയ്ത് പ്രതിഷേധിക്കുകയും ചെയ്ത പാർലമെൻറ്റ് അംഗം ആരാണ്? ഹന റൗഹിദി മൈപ്പി ക്ലാർക്ക്. ഓർത്തു വയ്ക്കുക. ന്യൂസിലാൻഡ് പാർലമെൻറ്റിൽ ബില്ല് എറിയുകയും അവരുടെ പരമ്പരാഗത നൃത്തമായ ഹക്ക ചെയ്ത് പ്രതിഷേധിക്കുകയും ചെയ്ത പാർലമെൻറ്റ് അംഗമാണ് ഹന റൗഹിദി മൈപ്പി ക്ലാർക്ക്. ഓർത്തു വയ്ക്കുക. ഹന റൗഹിദി മൈപ്പി ക്ലാർക്ക്. നെക്സ്റ്റ്, 2024 മുതൽ 2026 വരെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഓർത്തു വയ്ക്കുക. 2024 മുതൽ 2026 വരെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇന്ത്യയാണ്. നെക്സ്റ്റ്, 2024 നവംബറിൽ അന്തരിച്ച സാരംഗി സംഗീതജ്ഞൻ ആരാണ്? പണ്ഡിറ്റ് രാം നാരായണൻ. 2024 നവംബറിൽ അന്തരിച്ച സാരംഗി സംഗീതജ്ഞനാണ് പണ്ഡിറ്റ് രാം നാരായൺ. നെക്സ്റ്റ്, മെഗാ സീരിയലുകൾ നിയന്ത്രിച്ച് എപ്പിസോഡുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണമെന്ന് റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? കേരള വനിതാ കമ്മീഷനാണ്. ഓർത്തു വയ്ക്കുക. മെഗാ സീരിയലുകൾ നിയന്ത്രിച്ച് എപ്പിസോഡുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണമെന്ന് റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് കേരള വനിതാ കമ്മീഷനാണ്. നെക്സ്റ്റ്, ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷിഗേരു ഇഷിബ. ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷിഗേരു ഇഷിബ. നെക്സ്റ്റ്, മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഗുജറാത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. ഓർത്തു വയ്ക്കുക. മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഗുജറാത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് സ്ഥാപിതമായത് അഹമ്മദാബാദിലാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, മേജർ മുകുന്ദു വരദരാജൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? അമരനാണ്. ഓർത്തു വയ്ക്കുക. മേജർ മുകുന്ദ് വരദരാജൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് തമിഴ് ചലച്ചിത്രമായ അമരൻ. നെക്സ്റ്റ്, 2024 രാജാ രവിവർമ്മ സമ്മാൻ ലഭിച്ച മലയാളി മുരളി ചീരോത്ത്. ഓർത്തു വയ്ക്കുക. 2024 രാജാ രവിവർമ്മ സമ്മാൻ ലഭിച്ച മലയാളിയാണ് മുരളി ചീരോത്ത്. നെക്സ്റ്റ്, 2024 വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്ത വാക്കാണ് ബ്രാറ്റ്. ഓർത്തു വയ്ക്കുക. 2024 വാക്കായി കോളിൻസ് നിഘണ്ടു
കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്ത വാക്കാണ് ബ്രാറ്റ്. നെക്സ്റ്റ് 2024 വക്കം മൗലവി സ്മാരക പുരസ്കാര ജേതാവ് ആരാണ്? TJS ജോർജ്. 2024 വക്കം മൗലവി സ്മാരക പുരസ്കാര ജേതാവാണ് TJS ജോർജ്. നെക്സ്റ്റ് 2024 ഗൂഗിളിന് 20 ഡെസിലിയൻ പിഴ ചുമത്തിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. 2024 ഗൂഗിളിന് 20 ഡെസിലിയൻ പിഴ ചുമത്തിയ രാജ്യമാണ് റഷ്യ. നെക്സ്റ്റ് കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കി അവനീ വാഴ്വ് കിനാവ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കി അവനീ വാഴ്വ് കിനാവ് എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് പെരുമ്പടവം ശ്രീധരൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലികാവകാശമാണെന്നും പങ്കാളിയുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു കയറി എടുക്കുന്ന വിവരങ്ങൾ തെളിവായി സ്വീകരിക്കാനാവില്ലെന്നും പ്രഖ്യാപിച്ച കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതി. ഓർത്തുവയ്ക്കുക. ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലികാവകാശമാണെന്നും പങ്കാളിയുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു കയറിയെടുക്കുന്ന വിവരങ്ങൾ തെളിവായി സ്വീകരിക്കാൻ ആവില്ലെന്നും പ്രഖ്യാപിച്ച കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. നെക്സ്റ്റ് 2024 ഒക്ടോബറിൽ ദേശ് കാ വല്ലഭ് എന്ന പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓർത്തുവയ്ക്കുക. 2024 ഒക്ടോബറിൽ ദേശ് കാ വല്ലഭ് എന്ന പ്രതിമ സ്ഥാപിതമായത് അരുണാചൽ പ്രദേശിലാണ്. സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് അരുണാചൽ പ്രദേശിൽ സ്ഥാപിതമായെന്ന് ഓർത്തുവയ്ക്കുക. ഓക്കെ. 2024 ഒക്ടോബറിൽ ദേശ് കാ വല്ലഭ് എന്ന പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. ഈ ഒരു ദേശ് കാ വല്ലഭ് എന്ന പ്രതിമ ആരുടേതാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റേതാണ്. നെക്സ്റ്റ് 2024 പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ന്യൂഡൽഹി. 2024 പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. നെക്സ്റ്റ് ടെക്നോ പാർക്ക് ആസ്ഥാനമായ ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയായ X20യുടെ ആദ്യ സാറ്റലൈറ്റ് വിക്ഷേപണത്തിൽ സഹകരിക്കുന്ന US കമ്പനി സ്പേസ് എക്സ്. ടെക്നോ പാർക്ക് ആസ്ഥാനമായ ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയായ X20യുടെ ആദ്യ സാറ്റലൈറ്റ് വിക്ഷേപണത്തിൽ സഹകരിക്കുന്ന US കമ്പനിയാണ് എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ്. ഓർത്തുവയ്ക്കുക. 2024 ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. ഓർത്തുവയ്ക്കുക. 2024 ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. നെക്സ്റ്റ് 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാളം വിവർത്തകൻ ആരാണ്? MP സദാശിവൻ. 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാളം വിവർത്തകനാണ് MP സദാശിവൻ. നെക്സ്റ്റ് ഉന്നത വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന പുതിയ കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? PM വിദ്യാലക്ഷ്മി. ഓർത്തുവയ്ക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന പുതിയ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. നെക്സ്റ്റ് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വരച്ച ലോകത്തിലെ ആദ്യ ചിത്രം ഏതാണ്? AI ഗോഡ്. ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വരച്ച ലോകത്തിലെ ആദ്യ ചിത്രമാണ് AI ഗോഡ്. നെക്സ്റ്റ് 2024 പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണി ഏതാണ്? ഇന്ത്യയാണ്. ഓർത്തുവയ്ക്കുക. 2024 പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണിയാണ് ഇന്ത്യ. അപ്പോൾ ഒന്നാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണി ഏതാണ്? ചൈനയാണ്. ഓർത്തുവയ്ക്കുക. 2024 പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ വിപണിയാണ് ചൈന. രണ്ടാം സ്ഥാനം ഇന്ത്യയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് സംസ്ഥാനത്ത് കളക്ടറുടെ ഡഫേദാറാകുന്ന ആദ്യ വനിത ആരാണ്? K. സിജി. സംസ്ഥാനത്ത് കളക്ടറുടെ ഡഫേദാറാകുന്ന ആദ്യ വനിതയാണ് K. സിജി. നെക്സ്റ്റ് പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് ആരംഭിച്ച ആപ്പ് ഏതാണ്? സർപ്പ ആപ്പ്. പാമ്പുകളുടെ സംരക്ഷണത്തിനും അതുപോലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് ആരംഭിച്ച ആപ്പാണ് സർപ്പ ആപ്പ്. നെക്സ്റ്റ് അടുത്തിടെ 3D ബയോ പ്രിൻറ്റിങ്ങിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓർത്തുവയ്ക്കുക. അടുത്തിടെ 3D ബയോ പ്രിൻറ്റിങ്ങിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാൻ കഴിവുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ചത് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരമാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് എയർ ടു എയർ അതായത് എയർ ടു എയർ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. എയർ ടു എയർ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. നെക്സ്റ്റ് പാവപ്പെട്ട കുട്ടികളിൽ നൈപുണ്യ വികസനം പരിപോഷിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ
വിഷൻ ഓർത്തുവയ്ക്കുക. പാവപ്പെട്ട കുട്ടികളിൽ നൈപുണ്യ വികസനം പരിപോഷിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് വിഷൻ. വിഷൻ എന്നാൽ വികസിത് ഭാരത് ഇനീഷ്യേറ്റീവ് ഫോർ സ്റ്റുഡൻറ് ഇന്നൊവേഷൻ ആൻഡ് ഔട്ട്റീച്ച് നെറ്റ്വർക്ക്. ഓർത്തുവയ്ക്കുക. വിഷൻ എന്നാൽ വികസിത് ഭാരത് ഇനീഷ്യേറ്റീവ് ഫോർ സ്റ്റുഡൻറ് ഇന്നൊവേഷൻ ആൻഡ് ഔട്ട്റീച്ച് നെറ്റ്വർക്ക്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രസ്താവിച്ച കമ്മീഷൻ ഏതാണ്? വിവരാവകാശ കമ്മീഷനാണ്. ഓർത്തുവയ്ക്കുക. സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് എന്ത് തരം കുറ്റമാണെന്നാണ് വിവരാവകാശ കമ്മീഷൻ പ്രസ്താവിച്ചത്? ക്രിമിനൽ കുറ്റമാണെന്നാണ് വിവരാവകാശ കമ്മീഷൻ പ്രസ്താവിച്ചത്. ഓർത്തുവയ്ക്കുക. സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രസ്താവിച്ച കമ്മീഷനാണ് വിവരാവകാശ കമ്മീഷൻ. നെക്സ്റ്റ്, സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യുവാനുള്ള കെ-ഫോൺ പദ്ധതി കണക്റ്റിംഗ് ദി അൺകണക്റ്റ്. ഓർത്തുവയ്ക്കുക. സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യുവാനുള്ള കെ-ഫോണിൻ്റെ പദ്ധതിയാണ് കണക്റ്റിംഗ് ദി അൺകണക്റ്റ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ രൂപീകരിക്കുന്ന കമ്മീഷൻ. വയോജന കമ്മീഷൻ ഓർത്തുവയ്ക്കുക. എളുപ്പമല്ലേ ഓർത്തുവയ്ക്കാൻ? വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ രൂപീകരിക്കുന്ന കമ്മീഷൻ വയോജന കമ്മീഷൻ. വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ രൂപീകരിക്കുന്ന കമ്മീഷൻ വയോജന കമ്മീഷൻ. നെക്സ്റ്റ്, 9ാം ആയുർവേദ ദിനാചരണത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി 9ാം ആയുർവേദ ദിനാചരണം. ഓർത്തുവയ്ക്കുക. 9ാമത് ആയുർവേദ ദിനാചരണത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ദേശ് കാ പ്രകൃതി പരീക്ഷൻ അഭിയാൻ. ദേശ് കാ പ്രകൃതി പരീക്ഷൻ അഭിയാൻ. 9ാമത് ആയുർവേദ ദിനാചരണത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ദേശ് കാ പ്രകൃതി പരീക്ഷൻ അഭിയാൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച പക്ഷി ഏതാണ്? സ്ലെൻഡർ ബിൽഡ് കർലു. അടുത്തിടെ വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച പക്ഷിയാണ് സ്ലെൻഡർ ബിൽഡ് കർലു. സ്ലെൻഡർ ബിൽഡ് കർലു. ഓർത്തുവയ്ക്കുക. അടുത്തിടെ വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച പക്ഷിയാണ് സ്ലെൻഡർ ബിൽഡ് കർലു. മൊറോക്കോയിൽ കാണപ്പെടുന്ന ഒരു തരം പക്ഷിയാണ് സ്ലെൻഡർ ബിൽഡ് കർലു. ഓർത്തുവയ്ക്കുക. അടുത്തിടെ വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച പക്ഷിയാണ് സ്ലെൻഡർ ബിൽഡ് കർലു. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ഇലക്ട്രോണിക് വാഹന ഗവേഷണ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? വിളപ്പിൽശാല. ഓർത്തുവയ്ക്കുക. കേരളത്തിലെ ആദ്യ ഇലക്ട്രോണിക് വാഹന ഗവേഷണ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് വിളപ്പിൽശാലയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 നവംബറിൽ നൈജീരിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ബഹുമതി ഏതാണ്? ഗ്രാൻഡ് കമാൻഡർ ഓർഡർ ഓഫ് ദി നൈജർ. ഓർത്തുവയ്ക്കുക. ഗ്രാൻഡ് കമാൻഡർ ഓർഡർ ഓഫ് ദി നൈജർ. ഓക്കെ. 2024 നവംബറിൽ നൈജീരിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ബഹുമതിയാണ് ഗ്രാൻഡ് കമാൻഡർ ഓർഡർ ഓഫ് ദി നൈജർ. നെക്സ്റ്റ്, 2024 അവസാന സൂപ്പർ മൂൺ അതായത് ബീവർ മൂൺ ദൃശ്യമായത് എന്നാണ്? 2024 നവംബർ 16 2024 അവസാന സൂപ്പർ മൂൺ അതായത് ബീവർ മൂൺ ദൃശ്യമായത് 2024 നവംബർ 16 നെക്സ്റ്റ്, 83ാമത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? റായ്പൂർ. 83ാമത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ വേദിയാണ് റായ്പൂർ. നെക്സ്റ്റ്, 16ാമത് UN ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി ഏതാണ്? കൊളംബിയ. അപ്പോൾ 83ാമത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ വേദിയാണ് റായ്പൂർ. അതുപോലെ 16ാമത് UN ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദിയാണ് കൊളംബിയ.